1 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. പല തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. വിഷന് പ്രോബ്ലം ഉണ്ട്, ഹിയറിങ്ങിന് പ്രോബ്ലം ഉണ്ട്, സ്പാസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, മെൻ്റലി റിട്ടാർഡഡ്, അങ്ങനെ പല ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളാണ് എല്ലാവരും. ഒരു കുട്ടി ആദ്യം വന്നാൽ നമ്മൾ അസസ് ചെയ്യും കുട്ടികളുടെ ലെവൽ എന്താണ്, കറണ്ട് പെർഫോമൻസ് ലെവൽ എന്താണെന്ന് അസസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് എന്താ ആവശ്യം, നീഡ് ബേസ്ഡ് ട്രെയിനിങ് ആണ്, ആ കുട്ടിയുടെ ആവശ്യമാണ് ഞങ്ങൾ അവിടെ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ട്രെയിൻഡ് ടീച്ചേഴ്സ് ഉണ്ട്, പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കും, ക്ലാസ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ തരത്തിലുള്ള കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ട് അതിനായിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കും. പിന്നെ അക്കാഡമിക് എഡ്യൂക്കേഷൻ ഉണ്ട്, പ്രീ വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട്, ഏർലി ഇൻ്റർവെൻഷൻ ഉണ്ട്, ADL സ്കിൽസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഡെയിലി ലിവിങ് സ്കിൽസ് അത്യാവശ്യമാണ്. അവരവരുടെ കാര്യങ്ങൾ നോക്കാനും ആഹാരം കഴിക്കാനും ഡ്രസ്സ് ഇടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഈ കുട്ടികൾ എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യാൻ അറിയണം, പുറം ലോകമായിട്ട് ഒത്തുചേരാൻ അറിയണം. അപ്പം അതിനുള്ള സ്കിൽസും ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏർലി ഇൻ്റർവെൻഷൻ യൂണിറ്റിൽ സ്റ്റിമുലേഷൻ യൂണിറ്റ് ഉണ്ട്. സ്റ്റിമുലേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് മൊത്തം സെൻസറി സ്റ്റിമുലേഷനാണ്. അവിടെ വിഷ്വൽ, ഓഡിറ്ററി സ്റ്റിമുലേഷൻ ഉണ്ട്, ടാക്ടൈൽ സ്റ്റിമുലേഷൻ, അങ്ങനെ മൊത്തം എല്ലാ ഏരിയാസിലുള്ള സ്റ്റിമുലേഷൻ കൊടുക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി, സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട് അവിടെ. കളിക്കുന്നതും ചിരിക്കുന്നതും അവർ ഒന്നിച്ചാണ്. ഇവിടെ അവർ ഒന്നാകുന്നു. അമ്മയും ടീച്ചറും മറ്റെല്ലാവരും അപ്പോൾ അവർക്ക് കളിക്കൂട്ടുകാർ മാത്രം. നിഷ്കളങ്കമായ അവരുടെ ലോകം എത്ര മനോഹരമാണ്. എൻ്റെ പേര് ചന്ദ്രിക, ഭർത്താവിൻ്റെ പേര് വേലായുധൻ, മോൻ്റെ പേര് നിതിൻ. ഞങ്ങളുടെ വീട് കരിമ്പ. ചലന മേഖലയിലും പഠന മേഖലയിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തീരെ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ നന്നായിട്ട് സ്കൂളിൽ വന്നതിന് ശേഷം 1 വർഷത്തിൻ്റെ ഉള്ളിൽ അവന് സർജറി ചെയ്തു. അതിന് ശേഷം ഫിസിയോതെറാപ്പിയൊക്കെ നന്നായി ചെയ്തതിന് ശേഷം അവൻ 1 വർഷത്തിൻ്റെ ഉള്ളിൽ അവൻ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ചെറിയൊരു സപ്പോർട്ട് മതി, നന്നായി നടക്കുന്നുണ്ട്. സംസാരം അവന് അമ്മ എന്ന് മാത്രമേ പറയാണ്ടായിരുന്നുള്ളൂ ഇവിടെ വരുമ്പോൾ. ഇപ്പോൾ അവൻ നന്നായി 2-3 വേർഡ്സ് ഒക്കെ നല്ലപോലെ പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മാത്രമേ വരുമ്പോൾ അവൻ എന്തെങ്കിലും പറഞ്ഞാലും അറിയണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തുള്ള എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി, വീട്ടിലുള്ളവരാണെങ്കിലും എല്ലാം. ഭാവിയെക്കുറിച്ച് അവൻ സ്വന്തം കാര്യങ്ങൾ ചെയ്യണം, അല്ലാതെ ജോലിക്കൊന്നും പോകണമെന്നുള്ള പ്രതീക്ഷയില്ല. സ്വന്തം കാര്യങ്ങൾ അവൻ തനിയെ ചെയ്യണം. നല്ല മാറ്റമുണ്ട്, നല്ല ഹാപ്പിയാണ് ഞങ്ങൾ. വരുമ്പോൾ ഭയങ്കര സങ്കടം. എല്ലാ കുട്ടികളും ഇതേപോലെ സ്കൂളിൽ പോകണു, എൻ്റെ മോൻ മാത്രം പോകുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, നന്നായി പഠിക്കുന്നുണ്ട്. പഠിക്കുന്നതിൽ നല്ല 10 വരെ പോലെ എണ്ണാൻ അറിയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ അവൻ നന്നായി പഠിക്കുന്നുണ്ട്. നല്ല ഹാപ്പിയാണ് ഞങ്ങൾ ചൈതന്യയിലതിന് ശേഷം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, EVS, GK എല്ലാ സബ്ജക്റ്റും ഉണ്ട്. എല്ലാം ടീച്ചേഴ്സ് നന്നായി പറഞ്ഞു കൊടുക്കുക. അത് ഞാൻ വീട്ടിലൊന്നും കൂടി പറഞ്ഞു കൊടുക്കും. നന്നായി പറയുന്നുണ്ട് അവനെല്ലാം. ഒരുവിധം നന്നായി പഠിക്കുന്നുണ്ട്. നന്നായിട്ട് സ്വന്തം കുട്ടികളെ പോലെ എന്നല്ല, അമ്മമാരേക്കാൾ കൂടുതൽ അവർ ഞങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും, ഇനി ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും അറപ്പോ വെറുപ്പോ ഇല്ലാതെ അവർ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്താലും അവർക്ക് ആ വായിന്ന് വെള്ളം ഒലിച്ച് അങ്ങനെ പോയാലോ അങ്ങനെ ഒന്നും അവർ അമ്മമാരേക്കാൾ കൂടുതൽ ടീച്ചേഴ്സാണ് നോക്കുന്നതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അനിയൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ജിത്തു. പറഞ്ഞു കൊടുക്കുക. അമ്മായിയുടെ പേര് പറഞ്ഞു കൊടുക്കുക. അമ്മായിയുടെ പേര് പറഞ്ഞു കൊടുക്കുക. സ്വപ്നമായി പറഞ്ഞു കൊടുക്കുക. വേഗം പറഞ്ഞു കൊടുക്കുക. സ്വപ്നം എല്ലാം പറയും. നല്ല ക്ലിയർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ ഇവിടെ അവർ ഓരോരുത്തരും പരിപാലിക്കപ്പെടുന്നു. തങ്ങളുടെ കഴിവിന്റെ പരമാവധി കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സേവന തൽപരരായ ഒരു സംഘം പ്രവർത്തകരാണ് ചൈതന്യയുടെ ശക്തി. ഒപ്പം നിഷ്കളങ്കമായ ഈ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യവും. ആദ്യമായി ചൈതന്യയിലേക്ക് എത്തിയത് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പ്രസംഗത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ
അവിടെ വെച്ച് പരിചയപ്പെട്ട എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് ഒരു പക്ഷേ എൻ്റെ വഴികാട്ടിയായി 40ാമത്തെ വയസ്സിൽ ചൈതന്യ പോലെ ഒരു പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഒരു 75 വർഷം ജീവിക്കുമ്പോൾ ആ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കണ്ടേ? അത് സമൂഹത്തിൽ മറ്റാരും ചോദിക്കേണ്ട. പക്ഷേ ആ അവസാന നാളുകൾക്ക് മുമ്പ് എൻ്റെ മനസാക്ഷിയെങ്കിലും അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ ചൈതന്യയുടെ ക്ഷേത്രത്തിനകത്തേക്ക് കടന്നപ്പോൾ മനസ്സിനകത്ത് തോന്നിയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഞാൻ വളരെ വൈകി, എൻ്റെ ഒരു വിദ്യാർത്ഥി തന്നെ വേണ്ടി വന്നു എന്നെ ചൈതന്യയിലേക്ക് അതിനെത്തിക്കാനായിട്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 30ഓളം ആളുകളെ ഞങ്ങൾ കണ്ടെത്തിയിട്ട് അതാത് മാസത്തെ ഒരു 1 month കലണ്ടർ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട് ചൈതന്യയുടെ മെസ്സേജുമായിട്ട്. സോഷ്യൽ കോസിൻ്റെ ഏതെങ്കിലും ഒരു തീം എടുത്ത് ഒരൊറ്റ മാസത്തെ കലണ്ടറാണത്. 25 മൾട്ടിനാഷണൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർക്കും ആ കലണ്ടറിൻ്റെ ഒരു പതിപ്പ് കോംപ്ലിമെൻ്ററി പീസായി ഇന്ത്യൻ രാഷ്ട്രപതിക്കും കേരള ഗവർണർക്കും ശ്രീമതി അരുന്ധതി റോയ്ക്കും മലയാള സാഹിത്യകാരി പ്രിയ എസിനും അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജി MN കൃഷ്ണനും ഒക്കെ തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ മാസം മുതൽ. പണം കൊണ്ട് മാത്രം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടന്നു പോകാൻ സാധ്യതയില്ല. പലപ്പോഴും ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആദ്യം റെസീറ്റ് പുസ്തകമായിരിക്കും. ഒരു റെസീറ്റ് പുസ്തകത്തെക്കാൾ ഉപരിയായിട്ട് കുറേ അല്പം സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ വിലപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് തോന്നുന്നു. അതായിരിക്കും ഒരു വളണ്ടിയർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ. ആക്ച്വലി ഞങ്ങളുടെ കോളനിയിൽ തന്നെ ഒരു കുട്ടിയുണ്ട്, നതാഷ എന്നാണ് പേര്. അവരുടെ പാരൻസ് തുടങ്ങാൻ ഉദ്ദേശിച്ചതായിരുന്നു. ബട്ട് അവർ തുടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളണ്ടിയറായിട്ട് വർക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. ബട്ട് അവർക്കത് തുടങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ കോളനിയിൽ തന്നെ ഒരു 4-5 പേരും കൂടെ ചേർന്ന് അവരെ സഹായിച്ച് തുടങ്ങിയ സ്ഥാപനമാണ് ചൈതന്യ. 2002 ജൂൺ മാസം തുടങ്ങുമ്പോൾ ഈ സ്കൂളിൽ ഒരു 4 കുട്ടികളും 2 അധ്യാപകന്മാരും ഉണ്ടായിരുന്നു. ഒന്നും അറിയാതെ തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇങ്ങനത്തെ കുട്ടികൾ എന്താ കൊടുക്കാനുണ്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഇനീഷ്യലി തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഈ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കണം, ഞങ്ങൾ കുറേ കണ്ണുനീരും കുറേ എന്താ പറയുക അവരെ ആശ്വസിപ്പിക്കാനും അതിനെ സാധിച്ചിരുന്നുള്ളൂ. എന്താ വെച്ചാൽ ഞാനും അത്രയ്ക്കൊരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഔട്ട് ഓഫ് ഇമോഷൻ ആൻഡ് പാഷൻ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പം പിന്നീടാണ് പതുക്കെ ഞങ്ങൾ ഓരോരുത്തരായി ട്രെയിൻ ചെയ്തെടുത്തതും. പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്തുനിന്ന് ആദർശ് പറഞ്ഞൊരു സ്കൂൾ ടെക്നിക്കൽ ഗൈഡൻസ് തരുന്നുണ്ട്. മദ്രാസിൽ നിന്ന് വിദ്യാസാഗർ അവരും ടെക്നിക്കൽ സപ്പോർട്ട് തരുന്നുണ്ട്. ഇപ്പം ഞങ്ങളൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അതിലൊരു ബിൽഡിംഗ് കട്ടണം, പിന്നെ ഈ കുട്ടികളെ പുറം ലോകം അംഗീകരിക്കണം, അങ്ങനെ കുറേ. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു 60 കുട്ടികൾക്ക് ഞങ്ങൾക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ബട്ട് ഇങ്ങനത്തെ ധാരാളം കുട്ടികളുണ്ട് പാലക്കാടിൽ. അപ്പം അവർക്കൊക്കെ നമ്മളുടെ സർവീസ് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് ചെയ്യണം. റൂറൽ ഏരിയാസിൽ ചെന്നിട്ട് അവർക്ക് ഇത് മാതിരി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളുടെ സ്റ്റാഫ് അത്രയ്ക്കും ട്രെയിൻഡാണ്, അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അതല്ലാതെ പ്രിൻസിപ്പൽ അല്ല, ഭാഗ്യലക്ഷ്മി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം എല്ലാവരും ഒതുക്കി വെക്കണം. അത് നമ്മളുടെ ഒരു അസറ്റാണ്, നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് ശരിക്കും അവരുടെ കൂടെ ഇരിക്കുമ്പോഴേ അത് മനസ്സിലാവുന്നുള്ളൂ. ഇമോഷൻ, അവരുടെ ആ ലവ്, അഫെക്ഷൻ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ വളരെ 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 ലക്കിയാണ് ആ കാര്യത്തിൽ. പിന്നെ പബ്ലിക്കിൽ നിന്നും ഒരുമാതിരി സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക് നടത്താൻ. എന്നാലും കുറച്ചും കൂടെ പബ്ലിക് ഇനിയും ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം. എന്താ വെച്ചാൽ ഈ കുട്ടികൾ ഈ ചൈതന്യയിലും വീട്ടിലും മാത്രം ഒതുങ്ങി കഴിയേണ്ട കുട്ടികളല്ല. ചൈതന്യ എന്ന് പറയുന്നത് ഒരു 2ാമത്തെ വീടാണ് അവരുടെ. ഇവിടെ ഞങ്ങളെല്ലാവരും എഗെയിൻ ഒരു അമ്മമാരെ പോലെയോ ആ സ്നേഹത്തോടും ആ സാന്ത്വനത്തോടും കഴിയുന്നവരാണ്. പക്ഷെ പുറം ലോകം അങ്ങനെയല്ല. അവർ പല ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരെ പുറം ലോകത്തേക്ക് നമ്മൾ അയക്കണം എന്നുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം സ്കൂളിലേക്ക് അയക്കണം, നോർമൽ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് അങ്ങനത്തെ സ്കൂൾസും മുൻവരണം. ഞങ്ങളുടെ കുട്ടികളെ അവർ അഡ്മിറ്റ് ചെയ്യണം. അവിടുത്തെ ടീച്ചർമാരും അതിന് സപ്പോർട്ടീവായിരിക്കണം.
ഈ നിഷ്കളങ്കമായ മുഖങ്ങളെ നോക്കി നമുക്ക് എങ്ങനെ തിരിച്ചു പോകാനാകും? സമൂഹത്തിന്റെ ഏതോ നിമിഷങ്ങളിൽ ജന്മം കൊണ്ട ഇവർ ദൈവത്തിന്റെ ഉദ്യാനത്തിലെ വറ്റാത്ത സ്നേഹത്തിന്റെ തേൻ ചുരുത്തുന്ന വർണ്ണ പൂക്കളാണ്. ഇനിയും സ്വാന്തനങ്ങളും പ്രേരണകളും പ്രോത്സാഹനവുമായി ചൈതന്യ യാത്ര തുടരുകയാണ്, ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹവുമായി.